ആവേശത്തോടെ റമദാൻ ഒന്നും രണ്ടും അങ്ങനെ ആദ്യത്തെ പത്തൊക്കെ സന്തോഷത്തോടെ ആവേശത്തോടെ ഇബാദത്തുകളൊക്കെ ചെയ്ത് ഖുർആന് കോതി പതുക്കെ രണ്ടാമത്തെ പത്തിന്റെ പകുതിയാകുമ്പോഴേക്കും അവസാനമാകുമ്പോഴേക്കും ഷോപ്പിംഗ് മാളുകളിലേക്ക് ടെക്സ്റ്റൈൽസുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയാണ്. പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവസാനത്തെ പത്ത് പ്രത്യേകിച്ചും ഷോപ്പിങ്ങിന്റെ പത്തായി മാറി. അതായത് പവിത്രമായ ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാളും പുണ്യമായ രാവുണ്ട് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഖുർആനിൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു രാവുള്ള ആ പത്തിലൊക്കെ ഷോപ്പിങ്ങിന് ആണും പെണ്ണും ഇടകലർന്ന് റമദാന്റെ എല്ലാ പവിത്രതകളും നേടിയത് മുഴുവൻ കളയുന്ന നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം, നമുക്ക് കുറേ വലിയ വസ്ത്രങ്ങൾ എടുക്കുക, ഭയങ്കര പർച്ചേസ് ചെയ്യുക, അതല്ല കാര്യം. നമ്മൾ ഇബാദത്തുകൾ സെലക്ട് ചെയ്യുക, ഇബാദത്തുകൾ അതിന് സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അത് ധാരാളം ചെയ്യുക. ഡ്രസ്സ് ഏറ്റവും നല്ലത് റമദാൻ ആദ്യത്തെ പത്തിൽ ഏതെങ്കിലും ദിവസം അല്ലെങ്കിൽ റമദാന്റെ മുമ്പ് പോയിട്ട് അപ്പോൾ പുതിയ മോഡൽ, നമുക്ക് മോഡലല്ല കാര്യം, ഏറ്റവും നല്ല ഡ്രസ്സ് നോക്കി കാര്യങ്ങളൊക്കെ നോക്കി കണ്ടെത്തിയിട്ട് അത് നമ്മൾ ചെയ്യുക. അത് റമദാന്റെ മുമ്പ് അല്ലെങ്കിൽ റമദാൻ ആദ്യത്തെ 10ന്റെ ഉള്ളിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയത്ത് വേഗം പോയിട്ട് ചെയ്തു വരിക. അപ്പോൾ പോലും റമദാൻ അത് ബാധിക്കരുത്. കാരണം ഷോപ്പിങ്ങിന്റെ പേരിൽ എത്രയോ ദിവസങ്ങൾ, എടുക്കാൻ ഒരു ദിവസം, ചെരുപ്പെടുക്കാൻ വേറെ ദിവസം, ബാക്കിയുള്ള എടുക്കാൻ, പിന്നെ എടുത്തൊക്കെ മാറ്റാൻ വേറെ ദിവസം, അതിന്റെ പേരിൽ അന്നത്തെ നോമ്പ്, അന്നത്തെ തറാവീഹ്, ക്ഷീണത്തിന്റെ പേരിൽ ജമാഅത്തുകൾ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതുണ്ടാവരുത്. അതുകൊണ്ട് റമദാൻ നഷ്ടപ്പെടുന്നവരിൽ, ആ ഒരു ബുദ്ധിശൂന്യന്മാരായ ആളുകളിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത്.